ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കമൻസിൽ പൊതുവെ ആയിട്ട് വരുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പലരും ചോദിക്കണു, കുട്ടി നാരായണീയം പഠിപ്പിക്കുമോ, ഗീത പഠിപ്പിക്കുമോ, ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുമോ എന്നൊക്കെ കമൻസിൽ ചോദിക്കുന്നത് കണ്ടു. പഠിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പൂർണ്ണ ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു വിഷയം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് പല തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവാം അതിനെക്കുറിച്ച്. അത് പറഞ്ഞു കൊടുക്കാൻ, അത് നിവർത്തീകരിച്ചു കൊടുക്കാനുള്ള ഒരു അത്രയും അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഗുരുസ്ഥാനത്തിരിക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ അറിവ് ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പരിമിതമാണ്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്ന ഒരാളാണ്. അപ്പോൾ ഏതർത്ഥത്തിലും, പ്രായം കൊണ്ടായാലും അറിവ് കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും ഒക്കെ നിങ്ങളെക്കാളും എത്രയോ എളിയവളാണ് ഞാൻ. അത് കാരണം തന്നെ ചിലപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും വരാം. അപ്പോൾ അതും സദയം ക്ഷമിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ഒരു ഗുരു എന്നുള്ള രീതിയിൽ എനിക്ക് പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നണില്ല. പിന്നെ നാരായണീയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയല്ല, പക്ഷേ ഇതിനു മുമ്പ് നാരായണീയം കംപ്ലീറ്റ് ആയിട്ടൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. പലരും ഈ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ആദ്യമുള്ള ആൾക്കാർക്ക് അറിയണതാണ്, എന്നാലും പുതിയതായി വന്ന ആൾക്കാർക്ക്, സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയണത്. നാരായണീയം ഇതിനു മുമ്പ് ആഴ്ചയിൽ ഒരു ദശകം എന്നുള്ള അർത്ഥത്തിൽ കഥ പറഞ്ഞ് പാരായണം ചെയ്തുകൊണ്ട് ഉള്ള ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 100 ദശകങ്ങളും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിലുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കാം. അപ്പോൾ അവിടെ പോയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതും അതെ, എനിക്ക് അറിയുന്ന രീതിയിൽ അത് കഥയൊന്ന് സംഗ്രഹിച്ച് പറഞ്ഞ്, പിന്നെ നാരായണീയം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കാണാതെ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതിനനുസരിച്ച് ഭഗവാനെ ധ്യാനിച്ചും കൊണ്ട് ചൊല്ലണ രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ആ ഉദ്യമം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഈ ചാനലിൽ തന്നെ ഉണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അതല്ലാതെ കണ്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പക്വതയോ ഒരു യോഗ്യതയോ എനിക്ക് ആയിട്ടുണ്ടെന്ന് തോന്നണില്ല. എന്തെങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അതിനെ ശ്രമിക്കാമെന്ന് മാത്രമേ പറയണുള്ളൂ. ശ്രീമദ് ഭാഗവതം ആയാലും ഗീതയായാലും, ഗീത ഞാൻ തന്നെ പഠിച്ചു വരണേ ഉള്ളൂ. ഭാഗവതം പിന്നെയും കുറച്ചും കൂടി ഒരു ബന്ധമുണ്ടെന്ന് മാത്രം, കുട്ടിക്കാലം മുതൽ കേട്ട് വരുന്നത് കാരണം. എന്നാലും അതെ, ഈ പറഞ്ഞ പോലെയാണ്, ഒരു സമുദ്രം പോലെയാണ്. അതിൻ്റെ തീരത്ത് നമ്മളിങ്ങനെ പഠിക്കണമെന്ന് മാത്രം. ആ വെള്ളത്തിൻ്റെ ആ ഒരു അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പുറപ്പെടുന്നു, അത്രേ ആയിട്ടുള്ളൂ. അല്ലാതെ അത് മനസ്സിലാക്കാനോ അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനോ ഉള്ള ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കാരണം ആ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചത്. എന്തായാലും സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ.